ഹായ് ഓൾ, സൈലം ബി എസ് സിയുടെ മറ്റൊരു HSM മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് HSM മാത്തമാറ്റിക്സിൻ്റെ പ്രിസ്ക്രൈബ്ഡ് സിലബസിലുള്ള മൊഡ്യൂൾ 4-ലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. മൊഡ്യൂൾ 4 അത്യാവശ്യം ഡിഗ്രി ലെവലിൽ വരുന്ന ടോപ്പിക്കുകളാണ്. അവിടെ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് നിങ്ങൾ ഡിഗ്രിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന 2 പേപ്പറുകളാണ്, കോംപ്ലക്സ് അനാലിസിസും റിയൽ അനാലിസിസും. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സ് അനാലിസിസുമായി ബന്ധപ്പെട്ടിട്ട് HSAക്ക് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദ്യത്തിലേക്ക് കടക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഇയാൾ 2016 HSA മാത്തമാറ്റിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ്. ചോദ്യം കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ താഴേക്ക് എഴുതി വെക്കാം. I⁵5 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. I⁵5 എത്രയാണെന്നാണ് ചോദ്യത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. I⁵5 എത്രയാണ്? I⁵5 എന്ന് പറഞ്ഞാൽ ഐൻ്റെ പവറുകളാണ്. ഐൻ്റെ പവറുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഐൻ്റെ പവർ 4 മൾട്ടിപ്പിൾ ആണെങ്കിൽ ആൻസർ 1. ഐൻ്റെ പവർ 4 മൾട്ടിപ്പിളിനോട് 1 കൂട്ടുന്ന രീതിയിലാണെങ്കിൽ ആൻസർ വരിക എത്രയായിരിക്കും? I ആയിരിക്കും. ഐൻ്റെ പവർ 4 മൾട്ടിപ്പിളിനോട് 2 കൂട്ടുന്ന രീതിയിലാണെങ്കിൽ ആൻസർ വരിക -1. ഐൻ്റെ പവർ 4 മൾട്ടിപ്പിളിനോട് 3 കൂട്ടുന്ന രീതിയിലാണെങ്കിൽ ആൻസർ വരുന്നത് -I. ഐൻ്റെ പവർ 4 മൾട്ടിപ്പിൾ ആണെങ്കിൽ ആൻസർ കിട്ടും 1. അപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലായിരിക്കും I⁵5 ഐൻ്റെ പവർ എന്ന് പറയുന്നത് 4 മൾട്ടിപ്പിളിനോട് 1 കൂട്ടുന്ന രീതിയിലാണ്. 4 മൾട്ടിപ്പിളിനോട് 1 കൂട്ടുന്ന രീതിയിലാണെങ്കിൽ നമ്മുടെ ആൻസർ വരിക I തന്നെയാണ്. Therefore ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 4x² + 2x + 6 = 0 എന്ന സമവാക്യത്തിന്റെ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ പരിഹാരങ്ങൾ, സൊല്യൂഷൻസ് എന്നാണ് പറയുന്നത്. മൂല്യങ്ങൾ കാണുക. ഇത് 2016 HSAയുടെ തമിഴ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു. ഇയാളുടെ റൂട്ടുകൾ കാണുക, മൂല്യങ്ങൾ കാണുക, സൊല്യൂഷൻസ് കാണുക, അതാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം, മൂല്യങ്ങൾ കാണാൻ നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാറുണ്ട്. -b ± √b² - 4ac / 2a. അതായിരുന്നു നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല. അപ്പൊ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ a എന്ന് പറഞ്ഞാൽ 4 x² കോയിഫിഷ്യന്റ്, b എന്ന് പറഞ്ഞാൽ 2 x കോയിഫിഷ്യന്റ്, c എന്ന് പറഞ്ഞാൽ 6. അങ്ങനെയാണെങ്കിൽ നോക്കാം, -b എന്ന് പറഞ്ഞാൽ 2 ± √b² എന്ന് പറഞ്ഞാൽ 2a², -4 × a എന്ന് പറഞ്ഞാൽ 4 ആണ്, c എന്ന് പറഞ്ഞാൽ 6 ആണ്, / 2 × a എന്ന് പറഞ്ഞാൽ 2 × 4 എന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ആൻസർ കിട്ടും. അതായത് 4x² + 2x + 6 = 0 അല്ലേ? ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ കുറച്ചധികം ചെയ്യാനുണ്ടായിരിക്കും. അതിലെല്ലാത്തിലും കോമൺ ആയിട്ട് 2 ഇല്ലേ? അപ്പൊ നമ്മൾ ചെയ്യുക, അതിലെല്ലാ ടേമിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇക്വേഷൻ ഒന്നും കൂടെ ചെറുതാവും. എല്ലാ ടേമിനെയും ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എല്ലാ ടേമിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇക്വേഷൻ ചെറുതാകും. 4x² / 2 എന്നുള്ളത് 2x² ആയിട്ട് മാറും. +2/2x എന്ന് പറഞ്ഞാൽ x ആയിട്ട് മാറും. 6/2 എന്ന് പറഞ്ഞാൽ 3 ആയിട്ട് മാറും. 0/2 0. അപ്പൊ 4x² + 2x + 6 = 0 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇക്വേഷൻ തന്നെയാണ് 2x² + x + 3 = 0. ഇനി നമുക്ക് ചെയ്യാം. a എന്ന് പറഞ്ഞാൽ 2, b എന്ന് പറഞ്ഞാൽ 1, c എന്ന് പറഞ്ഞാൽ 3. ഇതിന്റെ മൂല്യങ്ങൾ തന്നെയായിരിക്കും അയാളുടെ മൂല്യങ്ങൾ. നമ്മൾ ആ ഇക്വേഷൻ ഒന്ന് ചുരുക്കി എഴുതിയെന്നേ ഉള്ളൂ. അപ്പൊ തുടങ്ങാം. -b എന്ന് പറഞ്ഞാൽ 1 ± √b² എന്ന് പറഞ്ഞാൽ 1² -4 × a എന്ന് പറഞ്ഞാൽ 2, c എന്ന് പറഞ്ഞാൽ 3, / 2 × a എന്ന് പറഞ്ഞാൽ 2 × 2. ദാറ്റ് ഈസ് -1 ± √1² എന്ന് പറഞ്ഞാൽ 1 തന്നെ, -4 2 8 8 × 3 എന്ന് പറഞ്ഞാൽ എത്രയാ കിട്ടുന്നത്? 24 എന്ന് കിട്ടുന്നുണ്ട്. 1 - 24 / 2 × 2 4. Therefore answer is -1 ± √1 - 24 എന്ന് പറഞ്ഞാൽ -23 ആണ് കിട്ടുക, / 4. ഈ √-23 എന്താ? √-23 നമുക്ക് ഇങ്ങനെ എഴുതാം, √(-1 × 23) എന്ന് എഴുതാം. ദാറ്റ് ഈസ് √-1 × √23 എന്ന് കിട്ടുന്നുണ്ട്. √-1 എന്ന് പറഞ്ഞാൽ I. അപ്പൊ I √23 എന്നാകും ഇയാള്
ദെഫർ ആൻസർ വരിക -1 ± I √23 ഡിവൈഡഡ് ബൈ 4. അങ്ങനെ ഒരു ഉത്തരം ഉണ്ടോ എന്നുള്ള കാര്യം നോക്കാം. -1 ± I × √23/4 ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇയാൾ 2016 HSCയുടെ തമിഴ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യം. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല ചെയ്താലും ഇതേ ആൻസർ കിട്ടുക, പക്ഷെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കുറച്ച് അധികം ഉണ്ടാകും. അതിന് നല്ലത് എല്ലാത്തിലും കോമൺ ആയിട്ട് 2 ഉണ്ട്. അപ്പൊ എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ ഇക്വേഷൻ ഒന്നും കൂടെ ചെറുതാകും. എന്നിട്ട് ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാം. അടുത്ത ചോദ്യം, 2024 HSA മാത്തമാറ്റിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ NCA എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ടായിരുന്ന മലയാളം മീഡിയം ചോദ്യമാണ് ഇയാൾ. തുടങ്ങാം. 1 + I ഡിവൈഡഡ് ബൈ 1 - I ഹോൾ റൈസ് ടു k = 1 ആകുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻഡിജർ ആയ k ഏതാന്നാ ചോദിച്ചത്. അപ്പൊ നമുക്ക് ആദ്യം ആ ബ്രാക്കറ്റിലുള്ള ആളൊന്ന് മാറ്റി എഴുതാം. 1 + I ഡിവൈഡഡ് ബൈ 1 - I. ഇങ്ങനെ രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുക, താഴെയുള്ള ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്യുക. 1 - Iയുടെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ 1 + I അല്ലേ? ആ 1 + I കൊണ്ട് മുകളിലും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1 + I കൊണ്ട് താഴെയും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഉത്തരം എന്താ കിട്ടുക നോക്കാം. മുകളിൽ 1 + I × 1 + I ദാറ്റ് ഈസ് 1 + I ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നു. താഴെയാണെങ്കിൽ 1 + I × 1 - I. 1 + I × 1 - I എന്ന് പറഞ്ഞാൽ a + b × a - b ആ. a + b × a - b എന്ന് പറഞ്ഞാൽ a² - b² ആ. a² എന്ന് പറഞ്ഞാൽ 1² -b² എന്ന് പറഞ്ഞാൽ i². 1 + I², a + b ഹോൾ സ്ക്വയർ, a + b ഹോൾ സ്ക്വയർ, a² 1² പ്ലസ് b² i² പ്ലസ് 2ab 2 × I × 1 ഡിവൈഡഡ് ബൈ 1² 1 മൈനസ് i² എന്ന് പറഞ്ഞാൽ -1. 1ന്റെ സ്ക്വയർ 1 പ്ലസ് iന്റെ സ്ക്വയർ -1 പ്ലസ് 2i × 1 എന്ന് പറഞ്ഞാൽ 2i ഡിവൈഡഡ് ബൈ 1 + 1 എന്ന് പറഞ്ഞാൽ 2. 1ഉം -1ഉം വെട്ടിപ്പോയി, 2ഉം 2ഉം വെട്ടും, ബാക്കി ഇവിടെ ഉണ്ടാവുക i എന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞ ചോദ്യം ഇങ്ങനെയാ, I raised to k = 1 ആകുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻഡിജർ ഏതാ? നമുക്കറിയാം iന്റെ മുകളിൽ 4ന്റെ മൾട്ടിപ്പിൾ വരുമ്പോഴാണ് iന്റെ പവർ 1 ആവും. iന്റെ മുകളിൽ 4ന്റെ മൾട്ടിപ്പിൾ വരുമ്പോഴാണ് ആൻസർ 1 ആവും. iന്റെ മുകളിൽ വരുന്ന ഏറ്റവും ചെറിയ 4ന്റെ മൾട്ടിപ്പിൾ 4 ആ. therefore k = 4 ആകുന്ന സമയത്താണ് I raised to k 1 ആവുക. therefore ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഒന്നും കൂടെ പറയാം. 1 + I ഡിവൈഡഡ് ബൈ 1 - I ഹോൾ റൈസ് ടു k = 1. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻഡിജർ ആയ k ആരാണെന്നാണ് ചോദ്യം. നമ്മൾ 1 + I ഡിവൈഡഡ് ബൈ 1 - I സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുക i ആ. അപ്പൊ ചുരുക്കി പറഞ്ഞ 1 + I ഡിവൈഡഡ് ബൈ 1 - I ഹോൾ റൈസ് ടു k 1 ആകുന്ന ആൾ കണ്ടെത്താനല്ല ചോദ്യം. I റൈസ് ടു k 1 ആകുന്ന ഏറ്റവും ചെറിയ k. iന്റെ പവർ 4ന്റെ മൾട്ടിപ്പിൾ വരുമ്പോഴാണ് ഉത്തരം 1 വരിക. അപ്പൊ iന്റെ പവറിൽ വരുന്ന ഏറ്റവും ചെറിയ 4ന്റെ മൾട്ടിപ്പിൾ ആരാ? 4. therefore answer is I raised to k എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ k, I raised to k 1 ആകുന്ന ഏറ്റവും ചെറിയ k 4 ആണ്. therefore ഓപ്ഷൻ ബി is the right answer. 4 ആണ് ഉത്തരം കിട്ടുക. റെഡിയാണ്, മുമ്പോട്ട് പോവാം. റെഡി. പോസിറ്റീവ് ഇൻഡിജർ എന്നാട്ടോ പറഞ്ഞത്. നെഗറ്റീവ് ഇൻഡിജേഴ്സ് വേറെയും വരും. 0 to കൊടുത്ത I raised to 0 1 എന്ന് പറയുന്ന രീതിയിലൊക്കെ പോകുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ ഇടങ്ങാറാണ്. നമ്മളോട് ചോദിച്ച ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻഡിജർ ആയ k ആരാന്നാണ് അടുത്ത ചോദ്യം. 1 - I ഡിവൈഡഡ് ബൈ 1 + I ഹോൾ റൈസ് ടു 100ന്റെ വില എത്രയാന്ന് കണ്ടെത്തുക. ഇതേപോലെ തന്നെയാ ചെയ്യാം. ഇതേപോലെ തന്നെ ആദ്യം നമ്മൾ 1 - I ഡിവൈഡഡ് ബൈ 1 + I ആരാന്ന് മനസ്സിലാക്കുക. നമ്മൾ ചെയ്യുക, ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കണം. അപ്പൊ 1 + Iന്റെ കോൺജുഗേറ്റ് 1 - I ആ. അതുകൊണ്ട് ഞാൻ മുകളിലും താഴെയും ഗുണിച്ചു. അപ്പൊ മുകളിൽ എന്താ കിട്ടുക മക്കളെ? മുകളിൽ 1 - I ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. താഴെയോ a + b × a - b a² - b². എന്താ 1 - I ഹോൾ സ്ക്വയർ? 1² പ്ലസ് i² - 2i. താഴെ 1 -1 എന്ന് കിട്ടും. 1² എന്ന് പറഞ്ഞാൽ 1, i² -1, ബാക്കി ഉണ്ടാവുക -2i മുകളിലും താഴെ ഒരു 2ഉം 2ഉം വെട്ടിയാൽ -i എന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഉത്തരം എന്താന്ന് വെച്ചാൽ -I ഹോൾ റൈസ് ടു 100ന്റെ വില എത്രയാണ്? കാരണം ഇത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് -I കിട്ടി. അപ്പൊ നമുക്ക് കണ്ടെത്തേണ്ടത് -I ഹോൾ റൈസ് ടു 100ന്റെ വില എത്രയാണ്? നമുക്ക് ഇതിന് എങ്ങനെ എഴുതാം? -1 × I ഹോൾ റൈസ് ടു 100 അതന്നല്ലേ -I. ദാറ്റ് ഈസ് -1 ഹോൾ റൈസ് ടു 100 × I ഹോൾ റൈസ് ടു 100 എന്ന് കിട്ടുന്നു.
-1 ഹോൾ റൈസ് ടു 100 മുകളിൽ ഈവൺ നമ്പർ ആണെങ്കിൽ സ്ക്വയർ ഒന്നും അല്ലെങ്കിൽ മൈനസ് ഒക്കെ കളഞ്ഞു പോകും. ഉത്തരം കിട്ടുക 1 കിട്ടുക. ഇൻറ്റു I റൈസ് ടു 100 100 4ന്റെ മൾട്ടിപ്പിൾ ആണോ? യെസ്, 100 4ന്റെ മൾട്ടിപ്പിൾ ആ. ഐന്റെ പവർ ആയിട്ട് 4ന്റെ മൾട്ടിപ്പിൾ വന്നാൽ ആൻസർ 1 കിട്ടുക. therefore 1 × 1 1 എന്ന് ഉത്തരം കിട്ടുന്നുണ്ട്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. സെറ്റാണ്, മുമ്പോട്ട് പോവാം. അടുത്ത ചോദ്യം. ഇത് HSAയുടെ തമി മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറിൽ 2022 എങ്ങാണ്ടോ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യം. കറക്റ്റ് ഇയർ ഓർമ്മയില്ല, 2022 എങ്ങാണ്ടോ ആണ് തോന്നുന്നുണ്ട്. HSAയുടെ തമി മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ്. ഇയാളുടെ ആൻസർ കണ്ടെത്താം. എന്താ ചോദ്യം? 1 - I റൈസ് ടു 4ന്റെ വില കണ്ടെത്തുക. അതാണ് തമിഴിൽ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ 1 - I റൈസ് ടു 4ന്റെ വില കണ്ടെത്തണം. തുടങ്ങാം. 1 - I ഹോൾ റൈസ് ടു 4. ഇതിനെ നമുക്ക് 1 - I ഹോൾ സ്ക്വയർ ഇൻറ്റു 1 - I ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 1 - I ഹോൾ സ്ക്വയർ നമ്മൾ നേരത്തെ മുകളിൽ കണ്ടെത്തിയതാ. -2i ആ ഉത്തരം കിട്ടുക. അപ്പൊ ഇവിടെ -2i ഇൻറ്റു -2i എന്ന് കിട്ടുന്നുണ്ട്. മൈനസും മൈനസും പ്ലസ് ആയി. 2 × 2 4 ആയി. I × I സ്ക്വയർ I സ്ക്വയർ ആയി. I സ്ക്വയർ -1 അപ്പൊ ഉത്തരം കിട്ടുക -4. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ചോദ്യം. അടുത്ത ചോദ്യം. 1 + I ഹോൾ റൈസ് ടു 5 പ്ലസ് 1 - I ഹോൾ റൈസ് ടു 5 ഇതിന്റെ വില എത്രയാണെന്നുള്ള കാര്യം കണ്ടെത്തണം. 1 + I ഹോൾ റൈസ് ടു 5 പ്ലസ് 1 - I ഹോൾ റൈസ് ടു 5. അതിനെ സിംപ്ലിഫൈ ചെയ്യാം. സിമ്പിളാ, പ്രശ്നമില്ല. 1 + I ഹോൾ റൈസ് ടു 5 നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 1 + I സ്ക്വയർ ഇൻറ്റു 1 + I സ്ക്വയർ ഇൻറ്റു 1 + I എന്ന് എഴുതാം. അതന്നല്ലേ 1 + I ഹോൾ റൈസ് ടു 5. 1 + I ഹോൾ സ്ക്വയർ നമ്മൾ ഇവിടെ കണ്ടതാ. 1 + I ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2i. 1 - I ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -2i. അപ്പൊ 1 + I ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2i ഇൻറ്റു ഇവിടെ കിട്ടുക ഒരു 1 + I ഉണ്ടാവും. 2 × 2 4. I × I സ്ക്വയർ -1. അപ്പൊ ഇവിടെ -4 × 1 + I എന്നുണ്ടാകും. ബ്രാക്കറ്റ് കളയുമ്പോൾ -4 -I എന്നുണ്ടായിരിക്കും. ഇതാണ് 1 + I ഹോൾ റൈസ് ടു 5. ഇനി 1 - I ഹോൾ റൈസ് ടു 5 ഇതേപോലെ തന്നെ 1 - I ഹോൾ സ്ക്വയർ ഇൻറ്റു 1 - I ഹോൾ സ്ക്വയർ ഇൻറ്റു 1 - I എന്ന് എഴുതാം. 1 - I ഹോൾ സ്ക്വയർ -2i ആണ്. ഇൻറ്റു അഗെയിൻ -2i ഇൻറ്റു 1 - I. മൈനസും മൈനസും പ്ലസ് ആ. 2 × 2 4 I × I സ്ക്വയർ. അപ്പൊ അവിടെയും കിട്ടുക -4 × 1 - I. ബ്രാക്കറ്റ് കളയുമ്പോൾ -4 പ്ലസ് 4i എന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെയും ഉണ്ട് 4, അത് വിട്ടുപോയത്. -4 -4i എന്ന് കേട്ടോ, അത് വിട്ടുപോയതാ കേട്ടോ. ഇവിടെ -4 മൈനസും മൈനസും പ്ലസ് ആകും. അപ്പൊ -4 പ്ലസ് 4i എന്ന് കിട്ടുന്നുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 1 + I ഹോൾ റൈസ് ടു 5 പ്ലസ് 1 - I ഹോൾ റൈസ് ടു 5ന്റെ വില കാണാനാ. 1 + I ഹോൾ റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ -4 -4i. 1 - I ഹോൾ റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ ആരാണ്? -4 പ്ലസ് 4i എന്ന് കിട്ടുന്നുണ്ട്. ഇയാളും വെട്ടിപ്പോവും. ബാക്കി -4 -4 എന്ന് പറഞ്ഞാൽ -8. ഉത്തരം ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. സിമ്പിളാ. ഒരു വിധപ്പെട്ട ചോദ്യങ്ങളൊക്കെ അത് ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടെത്താൻ പറ്റും. അടുത്തത് റൂട്ട് കാണാനുള്ള ചോദ്യം. റൂട്ട് ഓഫ് 5 + 12i വിച്ച് ഈസ് ഈക്വൽ ടു a 3 + 2i ഉണ്ട്, 3 - 2i ഉണ്ട്, 2 - 3i ഉണ്ട്, -3 + 2i ഉണ്ട്. അപ്പൊ 5 + 2i അല്ലെങ്കിൽ 5 + 12i എന്ന് പറയുന്ന ആള് ആരുടെ റൂട്ടാണ് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ ഉത്തരം കിട്ടുക. അപ്പൊ ഞാൻ ചെയ്യുന്ന രീതി നോക്കാം. 2 രീതി ഉണ്ട് അത് ചെയ്യാനായിട്ട്. ആദ്യത്തെ രീതി ഞാനൊന്ന് പറയാം. 5 + 12i ഇതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാൻ പറ്റുമോ നോക്കാം. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ഇവിടെ ഒരു +4 -4 ഇട്ട് കൊടുക്കും. +4 -4 ഇട്ട് കൊടുത്താൽ പ്രശ്നമില്ല, ഉത്തരം കറക്റ്റ്. 5ഉം 4ഉം കൂട്ടിയാൽ 9. പിന്നെ ഒരു +12i ഉണ്ടാകും. ഇവിടെ ഒരു -4 ഉണ്ടാകും. 9നെ 3a² എഴുതാം. 12iനെ 2 × 3 6 6 × 2i 12i 4 2 3 6 6 2 12i. -4 എന്ന് പറഞ്ഞാൽ 2iന്റെ സ്ക്വയറാ. 2ന്റെ സ്ക്വയർ 4, iന്റെ സ്ക്വയർ -1, അപ്പൊ -i². അപ്പൊ നോക്കിയാൽ മനസ്സിലാവും ഇയാൾ a² പ്ലസ് 2ab പ്ലസ് b² എന്ന് പറയുന്ന രൂപത്തിലാണ് കിടക്കുന്നത്. അപ്പൊ ഇയാൾ a - b ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷനാ. സോറി, a + b ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷനാ. അപ്പൊ ഇതെങ്ങനെ എഴുതാം? 3 + 2i ഹോൾ സ്ക്വയർ ആണ് 5 + 12i. അപ്പൊ റൂട്ട് 5 + 12i എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5 + 12i 3 + 2i ഹോൾ സ്ക്വയർ ആ. അപ്പൊ റൂട്ട് 5 + 12i എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 3 + 2i ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നുണ്ട്. സ്ക്വയറും റൂട്ടും അങ്ങോട്ട് ക്യാൻസൽ ചെയ്താൽ ഉത്തരം 3 + 2i എന്ന് കിട്ടുന്നുണ്ട്. 3 + 2i എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക.
സെറ്റ് അല്ലേ? പറഞ്ഞ കാര്യം ഓക്കെ ആണല്ലോ? ഇതാണ് അത് ചെയ്യാനുള്ള മെത്തേഡ്. പക്ഷെ ഇത് ചെയ്യാനായിട്ട് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രിക്ക് ഉണ്ട്. ഇത് തന്നെ ചെയ്യണം നിർബന്ധമില്ല. ഇത് ചിലപ്പോൾ നീക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത്, എന്താണ് മൈനസ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും ആ നേരത്ത് എക്സാം എഴുതുന്ന നേരത്ത് കത്തിക്കൊള്ളണമെന്നില്ല. അപ്പൊ അത് ചെയ്യാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിയുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സംഖ്യ എഴുതി വെക്കുക. ആരാ? 5 + 12i, ദാറ്റ്സ് അവർ നമ്പർ. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കണേ. 5 + 12i ആണ് നമ്മുടെ നമ്പർ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ആ നമ്പറിന്റെ സ്ക്വയറുകൾ കൂട്ടുക. 5² + 12². ചുരുക്കി പറഞ്ഞാൽ അതിന്റെ മോഡുലസ് കാണുക. 5ന്റെ സ്ക്വയർ 25, 12ന്റെ സ്ക്വയർ 144. 25 144 കൂട്ടിയാൽ 169. 169ന്റെ റൂട്ട് ആര? 13. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് നമ്പറുകൾ കിട്ടണം. ആദ്യം റിയൽ പാർട്ട് കിട്ടണം, പിന്നീട് ഇമാജിനറി പാർട്ട് കിട്ടണം. റിയൽ പാർട്ട് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 13നോട് 5 കൂട്ടുക 18, അതിന്റെ പകുതി എടുക്കുക 9, അതിന്റെ റൂട്ട് എടുക്കുക ആരാണ്? 3. അതാണ് ഫസ്റ്റ് നമ്പർ. ഒന്നും കൂടെ, 13ന്ന് 5 കൂട്ടുക 18, 18ന്റെ പകുതി എടുക്കുക 9, അതിന്റെ റൂട്ട് എടുക്കുക 3. അടുത്തത് 13ന്ന് 5 കുറയ്ക്കുക. 13ന്ന് 5 കുറച്ചാൽ 8 കിട്ടുക. 8ന്റെ പകുതി എടുക്കുക 4, 4ന്റെ റൂട്ട് 2. അപ്പോൾ അവിടെ കിട്ടുന്ന നമ്പർ 3, 2. അത് കോംപ്ലക്സ് ആക്കി എഴുതിയാൽ മതി. 3 + 2i. ഇതാണ് നമ്മുടെ ആൻസർ. ഒന്നും കൂടെ ചെയ്ത ട്രിക്ക് നോക്കുക. 5 + 12iന്റെ മോഡുലസ് കാണുക. മോഡുലസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, 5ന്റെ സ്ക്വയറും 12ന്റെ സ്ക്വയറും കൂട്ടിയിട്ട് റൂട്ട് ഇട്ട് കൊടുക്കുക. കിട്ടുന്ന നമ്പർ 13. എന്നിട്ട് ചെയ്യേണ്ടത് ഈ 13ഉം റിയൽ പാർട്ടും തമ്മിലാണ് പിന്നെ കളി നടക്കുന്നത്. 13നോട് 5 കൂട്ടുക 18, അതിന്റെ പകുതി എടുക്കുക 9, 9ന്റെ റൂട്ട് ആര? 3. അതാണ് ഒന്നാമത്തെ നമ്പർ. അടുത്ത 13ന്ന് 5 കുറയ്ക്കുക 8, 8ന്റെ പകുതി എടുക്കുക 4, 4ന്റെ റൂട്ട് 2. അങ്ങനെയാണെങ്കിൽ ഈ കോംപ്ലക്സ് നമ്പർ എഴുതുക. നമ്മൾ 3 + 2i എന്നാണ് എഴുതുക. ഇത് HSAക്ക് കന്നഡ മീഡിയത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമായിരുന്നു. ആൻസർ വരിക ഓപ്ഷൻ A 3 + 2i. ഇതേ മോഡൽ ഒരു ചോദ്യം ഞാൻ പറയാം. HSAക്ക് ചോദിച്ചതൊന്നല്ല, പക്ഷെ ഇതേ മോഡൽ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. 7 - 24i ആണ്. തുടങ്ങാം. 7 - 24i. ആദ്യം മോഡുലസ് കാണും. ആരാ? √7² + -24². 7ന്റെ സ്ക്വയർ 49 ആണ്. 24ന്റെ സ്ക്വയർ കിട്ടുന്ന എത്രയാന്നുള്ള കാര്യം നോക്കാം. 7ന്റെ സ്ക്വയർ 49, 24ന്റെ സ്ക്വയർ 576. 576ഉം 49ഉം കൂട്ടിയാൽ നമുക്ക് കിട്ടുക 625. റൂട്ട് 625 എന്ന് പറഞ്ഞാൽ 25. ഇനി നമ്പർ കാണാം. 25നോട് 7 കൂട്ടുക. 25നോട് 7 കൂട്ടിയാൽ 32. 32ന്റെ പകുതി എടുക്കുക 16. 16ന്റെ റൂട്ട് എത്രയാ? 4. അത് കിട്ടി. അടുത്തത് 25ന്ന് 7 കുറയ്ക്കുക. 25ന്ന് 7 കുറച്ചാൽ കിട്ടുക 18. 18ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാ കിട്ടുക? 18ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാ? 9. 9ന്റെ റൂട്ട് എത്രയാ? 3. അപ്പൊ 4 + 3 എന്നല്ല, ഇവിടുത്തെ ചിഹ്നം ആരാ നോക്കുക. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെയും മൈനസ്. 4 - 3i. Therefore option B is the right answer. ഇവിടെ പ്ലസ് ആയിരുന്നു ചിഹ്നം, അപ്പൊ ഇവിടെ 3 + 2i. ഇവിടെ മൈനസ് ആണ് ചിഹ്നം, അപ്പൊ 4 - 3i. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുക. ഇതാണ് കോംപ്ലക്സ് നമ്പറുകളുടെ റൂട്ട് കണ്ടെത്താനുള്ള മെത്തേഡ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്തത്, Z ഒരു സമ്മിശ്ര സംഖ്യയാണെങ്കിൽ കോംപ്ലക്സ് നമ്പറിന്റെ മലയാളത്തിൽ പറയുന്ന പേര് സമ്മിശ്ര സംഖ്യ. Z × Z⁻ വില എത്രയാണ് എന്നുള്ള കാര്യം കണ്ടെത്താം. Z × Z⁻ വില എത്രയാണ്? ഇയാൾ HSAക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. കന്നഡ മീഡിയത്തിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ചോദ്യം എഴുതാം. Z × Z⁻ വില എത്രയാണ്? നോക്കാം. Z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന് നമ്മൾ സാധാരണയായിട്ട് x + iy എന്ന പേര് കൊടുക്കാം. Z⁻ എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ x - iy. നമുക്ക് കാണേണ്ടത് Z × Z⁻, ദാറ്റ് ഈസ് x + iy × x - iy ആണ്. a + b × a - b എന്താ? a² - b², a² x² -b² iy². That is x² - i ന്റെ സ്ക്വയർ -1, y ന്റെ സ്ക്വയർ y². Therefore മൈനസും മൈനസും പ്ലസ് ആവും. x² + y². നോക്കിയാൽ മനസ്സിലായിരിക്കും ഇയാൾ മോഡ് Z സ്ക്വയറാ. മോഡ് Z ആരാ? മോഡ് Z എന്ന് പറഞ്ഞാൽ √x² + y². Therefore മോഡ് Z ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √x² + y² സ്ക്വയറും റൂട്ടും വെട്ടുമ്പോൾ മോഡ് Z² എന്ന് പറഞ്ഞാൽ x² + y² കിട്ടും. അപ്പൊ നമുക്ക് എഴുതാം Z × Z⁻ എന്ന് പറഞ്ഞാൽ മോഡ് Z² ആണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം, പലർക്കും അറിയുന്ന ഐഡന്റിറ്റി ആയിരിക്കും. ആ ഐഡന്റിറ്റി നിങ്ങളുടെ ഓർമ്മയിലേക്ക് വെക്കണം. Z × Z⁻ എന്ന് പറഞ്ഞാൽ മോഡ് Z² ആണ്. ക്ലിയർ ആണ്? മുമ്പോട്ട് പോവാം. അടുത്തത്,
√2i മൈനസ് √-2i എന്ന സമ്മിശ്ര നമ്പറിന്റെ മോഡുലസ് വില എത്രയാ? ആദ്യം √2i കാണാം. √2i കാണാൻ നമുക്ക് നേരത്തെ എഴുതിയതുപോലെ എഴുതാം. √2i എന്ന് പറഞ്ഞാൽ √0 + 2i എന്നാണ് കിട്ടുക. മോഡുലസ് കാണുന്നു. മോഡുലസ് കാണുമ്പോൾ √2iന്റെ വില കാണാനാണ് ഞാൻ പറയുന്നത്. √2iന് ഞാൻ 0 + 2i എന്ന് എഴുതുന്നു. മോഡുലസ് കാണാം. √0² + 2 4. അപ്പൊ കിട്ടുക ഉത്തരം 2. നമ്പർ കിട്ടാൻ 2ൽ നിന്നും ഇവിടുത്തെ റിയൽ പാർട്ട് 0 ആണ്. 2നോട് 0 കൂട്ടിയാൽ 2, 2ന്റെ പകുതി 1, 1ന്റെ റൂട്ട് 1 തന്നെ. 2ന് 0 കുറച്ചാൽ 2, 2ന്റെ പകുതി 1, 1ന്റെ റൂട്ട് 1 തന്നെ. പ്ലസ് ആണെങ്കിൽ പ്ലസ്. അപ്പൊ ഇയാളെ കിട്ടുക 1 + 1 × i, 1 + i കിട്ടും. ഇനി √-2i ആരാ? ഇതേപോലെ തന്നെ √-2i സെയിം പരിപാടി. 0 - 2i എന്ന് കൊടുക്കുന്നു. മോഡുലസ് കാണുമ്പോൾ നമുക്ക് കിട്ടുക 0² + 4, 2² എന്ന് പറഞ്ഞാൽ 4, ഉത്തരം 2 എന്ന് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ റിയൽ പാർട്ട് 2 + 0, 2ന്റെ പകുതി 1, 1ന്റെ റൂട്ട് 1 തന്നെയാണ്. 2ന് 0 കുറച്ചാൽ 2 തന്നെയാണ്. അതിന്റെ പകുതി 1, 1ന്റെ റൂട്ട് 1 തന്നെയാണ്. പക്ഷെ ഇവിടെ മൈനസ് ആണ് വരുന്നത്. അതുകൊണ്ട് 1 - i എന്ന് എഴുതുക. അപ്പോൾ ഉത്തരം കിട്ടുക 1 - i. നമ്മളോട് കാണാൻ പറഞ്ഞത് √2i മൈനസ് √-2iന്റെ മോഡുലസ് കാണണം. √2i എന്ന് പറഞ്ഞാൽ 1 + i ആണ്. മൈനസ് √-2i എന്ന് പറഞ്ഞാൽ 1 - i ആണ്. 1 + i -1, മൈനസും മൈനസും +i, +1ഉം -1ഉം പോവും. iയും 2i. അപ്പൊ നമ്മളോട് കാണാൻ പറഞ്ഞത് 2iന്റെ മോഡുലസ് ആണ്. മോഡുലസ് ഓഫ് 2i എന്ന് പറഞ്ഞാൽ മോഡ് 0 + 2i എന്ന് എഴുതാം. ദാറ്റ് ഈസ് √0² + 2² ദാറ്റ് ഈസ് √4. √4 എന്ന് പറഞ്ഞാൽ 2. ഉത്തരം കിട്ടുക ഓപ്ഷൻ എ 2. ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്ന ചോദ്യമേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോഡ് Z-3. ഇയാൾ 2024 HSAയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു. HSAയുടെ NCA ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു. നന്നായിട്ട് കേൾക്കുക, പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. സെറ്റ് ഓഫ് ഓൾ Z belongs to C, മോഡ് Z-3 ഡിവൈഡഡ് ബൈ Z+3 = 2. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? നമുക്ക് നോക്കാം. ഇതിന് ഞാൻ മോഡുലസ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ മോഡ് Z-3 ഡിവൈഡഡ് ബൈ മോഡ് Z+3 which is equal to 2 എന്നാണ്. മോഡുലസിന്റെ പ്രോപ്പർട്ടി അത്. മോഡുലസ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. Therefore മോഡ് Z-3 which is equal to 2 into മോഡ് Z+3 എന്ന് കിട്ടുന്നുണ്ട്. Z ന് x + iy എന്ന് കൊടുത്താൽ x + iy - 3 which is equal to 2 into x + iy + 3 എന്ന് കിട്ടുന്നുണ്ട്. That is x - 3 ആദ്യം എഴുതുന്നു, പിന്നെ ഒരു പ്ലസ് iy ഉണ്ട് which is equal to 2 into x + 3 ആദ്യം എഴുതുന്നു, പിന്നെ ഒരു പ്ലസ് iy ഉണ്ട്. That is ഇയാളുടെ മോഡുലസ് കാണാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? √x - 3 whole square + y² which is equal to ഇവിടെ √x + 3 whole square 2 ഉണ്ട് കേട്ടോ. 2 into √x + 3 whole square + y² എന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെയല്ലേ മോഡുലസ് ചെയ്ത, പ്രശ്നമില്ല. ഇനി ഞാൻ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുന്നു. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്താൽ എനിക്ക് കിട്ടുന്നത് എന്താണെന്നുള്ള കാര്യം നോക്കാം. ഇവിടെയും ഞാൻ സ്ക്വയർ ചെയ്യുന്നു, ഇതിനെയും ടോട്ടലായിട്ട് സ്ക്വയർ ചെയ്യുന്നു. എന്തിനാ സ്ക്വയർ ചെയ്യുന്നത്? ആ റൂട്ട് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ കിട്ടുക x - 3 whole square + y². ഇവിടെ 2ന്റെ സ്ക്വയർ 4, ബാക്കി ഉണ്ടാവുക x + 3 whole square + y² എന്ന് കിട്ടുന്നുണ്ട്. ആ സ്ക്വയർ പോട്ടോ. ഇനി എക്സ്പാൻഡ് ചെയ്യാം. x² + 3ന്റെ സ്ക്വയർ 9 - 2 3 6x + y². സമയം ഇവിടെ 4 into എന്താ കിട്ടുക? x² + 3ന്റെ സ്ക്വയർ 9 + 2 3 6x + y² എന്ന് കിട്ടുന്നുണ്ട്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഉത്തരത്തിലേക്ക് എത്താം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. കണ്ടാൽ തന്നെ മനസ്സിലാകും ഇയാൾ ആരാണെന്നുള്ളത്. എന്നാലും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. x² മുകളിലുള്ള സാധനം ആരാണ്? x² + y² - 6x + 9. റൈറ്റ് സൈഡിലുള്ളത് 4x² ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്, 4y² + 6 4 24x + 4 9 36 എന്ന് കിട്ടുന്നുണ്ട്. അവിടെ ഉള്ളതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ നോക്കാം, 4x² - x² എന്ന് കിട്ടും, പ്ലസ് 4y² - y² പ്ലസ് 24x - 6x അങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 6x പ്ലസ് 36 + 9 അങ്ങോട്ട് വരുമ്പോൾ -9. 4x² x² പോയാൽ 3x², 4y² y² പോയാൽ 3y², 24x 6x കൂട്ടിയാൽ 30x പ്ലസ് 36 9 പോയാൽ എത്രയാ ഉണ്ടാവുക? 36 10 പോയാൽ 26 ആണ്. അപ്പൊ 9 പോയാൽ 27 എന്നുണ്ടായിരിക്കും. ഇതാണ് സംഖ്യ ഈക്വൽ ടു 0. അത് നോക്കിയാൽ മനസ്സിലായിരിക്കും അതിൽ എക്സും വൈയും എക്സും ഉള്ള ടേമുകളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇയാളുടെ ആൻസർ വൈ ഉള്ള ടേമുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. വൈ ഉള്ള ടേമുകൾ മിസ്സായിട്ടുണ്ടോ? ഇല്ല. വൈ ഇവിടെ ഒരു y² ഉണ്ട്, ഇവിടെ ഒരു y² ഉണ്ട്, വൈ വരുന്ന ടേമുകളില്ല. ഇവിടെ നോക്കിയാൽ മനസ്സിലായിരിക്കും
എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റും വൈ സ്ക്വയറിന്റെ കോയിഫിഷ്യന്റും ഈക്വൽ ആണ്, എക്സ് വൈ എന്ന് പറയുന്ന ടേം ആബ്സെന്റും ആണെങ്കിൽ അയാൾ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ്, വൃത്തത്തിന്റെ ഇക്വേഷൻ. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താക്കിയിട്ട് മാറ്റാം, വൃത്തമാക്കിയിട്ടൊക്കെ മാറ്റാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താക്കി മാറ്റാൻ പറ്റും, വൃത്തമാക്കി അല്ലെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ ആക്കി മാറ്റാൻ പറ്റും. ബുദ്ധിമുട്ടൊന്നുമില്ല. വേണമെങ്കിൽ ഞാനതൊന്ന് മാറ്റിത്തരാം, ശ്രദ്ധിച്ചോളൂ. എങ്ങനെയാ മാറ്റുക എന്നുള്ള കാര്യം ഞാനൊന്ന് പറയാം, ശരിക്കും ശ്രദ്ധിച്ചോ. 3x² പ്ലസ് 3y² പ്ലസ് 30x പ്ലസ് 27 സമം 0. എല്ലാത്തിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x² പ്ലസ് y² പ്ലസ് 10x പ്ലസ് 9 സമം 0 എന്ന് കിട്ടുന്നു. x² പ്ലസ് 10x പ്ലസ് y² വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് 9 അങ്ങോട്ട് പോകുമ്പോൾ -9. ഇവിടെ ഞാൻ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാം. x² പ്ലസ് 10x, 10ന്റെ പകുതി 5, 5ന്റെ സ്ക്വയർ 25 ഇവിടെ കൂട്ടി കൊടുക്കുന്നു. അപ്പൊ ഇവിടെയും കൂട്ടി കൊടുക്കണം. -9 പ്ലസ് 25, പിന്നെ ഒരു y² ഉണ്ടാകും. ഇതിനെ നമുക്ക് x പ്ലസ് 10ന്റെ പകുതി 5 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പിന്നെ ഒരു പ്ലസ് y² ഉണ്ടാകും. 25 9 പോയാൽ 16 എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ നോക്കിയാൽ മനസ്സിലായിരിക്കും ഇയാൾ -5,0 കേന്ദ്രവും ആരം 4 ഒരു സർക്കിളാണ്. നമ്മളോട് ഒന്നും ചോദിച്ചിട്ടില്ല, സർക്കിൾ ആണോ എന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുക. അയാളെ സർക്കിൾ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അത്ര മതി, മുമ്പോട്ട് പോകും. അടുത്തത് ആർഗ്യുമെന്റ് ഓഫ് 1 + 7i, ആർഗ്യുമെന്റ് ഓഫ് 1 + 7i ഡിവൈഡഡ് ബൈ 2 - i ഹോൾ സ്ക്വയർ. അപ്പൊ ആദ്യം നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ആർഗ്യുമെന്റ് കാണാനുള്ള രൂപത്തിലാക്കണം. 1 + i ഡിവൈഡഡ് ബൈ 2 - i ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 1 + 7i ഡിവൈഡഡ് ബൈ 2 - i ഹോൾ സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2ന്റെ സ്ക്വയർ 4 പ്ലസ് iന്റെ സ്ക്വയർ -1 മൈനസ് 2 × 2 × i ദാറ്റ് ഈസ് 4i എന്ന് കിട്ടുന്നുണ്ട്. ഉത്തരം 1 + 7i, 4 1 പോയാൽ 3 - 4i എന്ന് കിട്ടുന്നുണ്ട്. എന്നിട്ട് കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുന്നു. മുകളിലും ഒരു 3 + 4i, താഴെയും ഒരു 3 + 4i. മുകളിൽ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുക ഒരു 3 3, ഒരു 4i 4i, 7 × 3i 7 21i പ്ലസ് i × i i² -1 ആണ്. 6 4 7 4 28 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, റെഡി. താഴെ a + b × a - b 3² - 4i ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നുണ്ട്. നോക്കിയാൽ മനസ്സിലായിരിക്കും ഇവിടെ 3 - 28 എന്ന് കിട്ടുന്നുണ്ട്. 3 - 28 എന്ന് പറഞ്ഞാൽ അത് സിംപ്ലിഫൈ ചെയ്യാം, നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 3 - 28 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -25 എന്നാ കിട്ടുക അല്ലെ. 3 - 28 -25 പ്ലസ് 4iയും 21iയും കൂട്ടിയാൽ 25i എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 3² 9, മൈനസും മൈനസും പ്ലസ് 4² 16. ഇവിടുന്ന് 25 കോമൺ ആയിട്ട് എടുത്താൽ -1 പ്ലസ് i ഡിവൈഡഡ് ബൈ 9 + 16 25. ഇയാളും വെട്ടിപ്പോയാൽ ഉത്തരം -1 പ്ലസ് i. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളോട് കാണാൻ പറഞ്ഞത് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഓഫ് -1 പ്ലസ് i, -1 പ്ലസ് iന്റെ ആർഗ്യുമെന്റ് കാണാൻ. ആർഗ്യുമെന്റ് കാണാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ tan ഇൻവേഴ്സ് y/x ആണ് ആർഗ്യുമെന്റിന്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് tan ഇൻവേഴ്സ് y എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇമാജിനറി പാർട്ട് 1 ബൈ താഴെയിട്ട് എന്നത് ആരാണ്, മോഡ് y മൈനസ് കേട്ടോ. tan ഇൻവേഴ്സ് മോഡ് y/x എന്നാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ 1/1 എന്ന് കിട്ടുന്നുണ്ട്. tan ഇൻവേഴ്സ് 1/1 എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് 1 ആണ്. tan ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/4 എന്ന് വിചാരിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് π/4 എഴുതി വെക്കരുത്. എവിടെയാണ് ഇതിന്റെ പൊസിഷൻ എന്നുള്ള കാര്യം കൂടെ നോക്കണം, എന്നാലേ അതിന്റെ ഉത്തരം ശരിയാവുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ π/4 എഴുതി വെക്കരുത്. ഇപ്പൊ കിട്ടിയ പൊസിഷൻ എവിടെയാ, ഏതാ പോയിന്റ്, -1 പ്ലസ് i ഓർഡേർഡ് പെയർ ആക്കുമ്പോൾ ഇങ്ങനെ കിട്ടുക -1,1 എന്ന് പറയുന്ന സ്ഥലം കിട്ടുക. -1,1 എന്ന് പറയുന്നത് ഇവിടെയാണ് പൊസിഷൻ വരുന്നത്. അപ്പൊ ഈ ആംഗിൾ അല്ല ശരിക്ക് എന്ത് വരിക, π/4 വരിക. നമ്മളോട് കാണാൻ പറഞ്ഞത് ആർഗ്യുമെന്റ് ആണ്. ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ ആംഗിൾ ആണ് π/4. ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. ഇത് എത്രയാന്നാ ചോദിച്ചിട്ടുള്ളത്. അത് കാണാൻ പൈന്ന് π/4 കുറച്ചാൽ മതി. ടോട്ടൽ 180 ആണല്ലോ. പൈന്ന് π/4 കുറച്ചാൽ 4π - π/4 3π/4 എന്നാണ് ഇതിന്റെ ഉത്തരം കിട്ടുക. അപ്പൊ ഇവിടെ കിട്ടുക 3π/4. ഓപ്ഷൻ ഡി ആ റൈറ്റ് ആൻസർ. അപ്പൊ പെട്ടെന്ന് പാഞ്ഞു പോയിട്ട് π/4 എന്ന് പറയുന്ന ആൻസറിലേക്ക് കുത്തരുത്. π/4 എന്ന് പറയുന്ന ആൻസർ അവിടെ ഇല്ല, അതുകൊണ്ട് ഓപ്ഷനിലേക്ക് എത്തൂല്ല. അപ്പൊ tan ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/4 എന്നാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് π - π/4 എന്ന് എഴുതാം. π - π/4 എന്ന് പറഞ്ഞാൽ 3π/4 ആണ്. അതാണ് അവിടുത്തെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് വരിക. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ബാക്കി കുറച്ച് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ താങ്ക് യു ഓൾ.